നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. അപ്പോൾ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ പോലും ലഗ്നാൽ 3-ൽ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയം അത് ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു സമയമാണ്. 5-ാം ഭാവത്തിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചവും വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം ബാധകാധിപതിയാണ് ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. ഭാഗ്യാധിപതിക്ക് നീചാവസ്ഥ വരികയും ചെയ്തതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ 7ര ശനി തുടങ്ങിയിട്ടുണ്ട്. 7ര ശനി ആയതുകൊണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ലോണ് അതുപോലെ എന്തെങ്കിലും ബാധ്യതാ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ലഗ്നാൽ 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള സമയമാണ്. ഇപ്പോൾ PSC ഒക്കെ എഴുതി നിൽക്കുന്നവരെ സംബന്ധിച്ച് നിയമനം കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ പോലും ആ സൂര്യൻ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്നുവെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് എന്തെങ്കിലും സാങ്കേതികമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിക്കുക, ശത്രുദോഷം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 5-ൽ നിൽക്കുന്ന ചൊവ്വ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കും. ലഗ്നത്തിലെ രാഹു സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വിപരീതമായ സ്വഭാവം, അതവിടെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരികയും അതിനുശേഷം മാത്രം അനുകൂലമായി വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് 4-ാം ഭാവാധിപത്യം വഹിച്ചായത് കാരണം കൊണ്ട് കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. 7-ാം ഭാവത്തിലെ കേതു ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളല്ല, ഭർത്താവിന് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനോ ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള അവസ്ഥയ്ക്കും യോഗമുണ്ടെങ്കിലും ഭാര്യ കുടുംബത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പറയേണ്ട ഒരു സമയമാണ്. എന്തായാലും ഈ പറയുന്ന ഗുണാവസ്ഥ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വ്യാഴപ്പിഴവ് എന്ന് പറയുന്നൊരവസ്ഥ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു അനിഷ്ടസ്ഥാന സ്ഥിതിയും ഒക്കെ കാണുമ്പോൾ ഈ മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്നാണ് കാണുന്നത്. അപ്പോൾ നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയും വേണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഈ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.